കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം. രാജ്യത്തെ 10 തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. പ്രാദേശിക തലങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. തൊഴിൽ കോഡുകൾ പിൻവലിക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. സത്യത്തിൽ ഈ നിയമം അങ്ങനെ ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളികളെയും പരിഗണിക്കുന്ന നിയമമല്ല. ഇന്ത്യയിലെ തൊഴിലാളികൾ 50-55 കോടി ആളുകളുണ്ട്. അതിൽ 90-92% ആളുകളും അൺഓർഗനൈസ് സെക്ടറിലാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടന്ന ബീഹാറിൽ 3300 രൂപയാണ് കിട്ടുന്നത്. അത് 68 രൂപയാണ് ഒരു ദിവസം. ഇന്ന് കേരളത്തിൽ മിഡ് ഡേ മീൽ തൊഴിലാളികൾക്ക് 14,600 രൂപയാണ് കിട്ടുന്നത്. അത് 650 രൂപ ഒരു ദിവസം കിട്ടുന്നുണ്ട്. ഇതാണ് വ്യത്യാസം. ലേബർ കോഡുകൾ 29 നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾ ക്രോഡീകരിച്ചാണ് 4 ലേബർ കോഡ് ഉണ്ടാക്കി. അപ്പോൾ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് നേരത്തെയുള്ള നിയമങ്ങളിലുണ്ടായിരുന്ന എല്ലാ അവകാശങ്ങളും നിഷേധിക്കുന്നതാണ്. ഒരു കരടും ഇല്ല, ഒറിജിനലും ഇല്ല. കേരളത്തിൽ അവൻ നടപ്പാക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, രാജ്യവ്യാപക പ്രതിഷേധം, വിശദാംശങ്ങൾ ബൽറാം. ഉന്മേഷ്, കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ തൊഴിൽ കോഡുകൾക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധമാണ് ഇന്ന് നടന്നത്. രാജ്യത്തെ 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളാണ് ഈ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത്. ഇതോടൊപ്പം തന്നെ 500ഓളം കർഷക സംഘടനകളുടെ സംയുക്ത സംഘടനയായ സംയുക്ത കിസാൻ മോർച്ചയും ഈ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. രാജ്യവ്യാപകമായി തന്നെ ഫാക്ടറികൾ, തൊഴിലിടങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചുകൊണ്ട് തൊഴിലാളികൾ പ്രതിഷേധിച്ചു. പ്രധാനമായും ഈ പുതിയ 4 ലേബർ കോഡുകളുടെയും പകർപ്പുകൾ കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടന്നത്. ഈ പ്രതിഷേധം ഏതെങ്കിലും മേഖലയിൽ കേന്ദ്രീകരിക്കുന്നതിനപ്പുറത്തേക്ക് രാജ്യവ്യാപകമായി തന്നെ ജില്ലാ ആസ്ഥാനങ്ങൾ, ഒപ്പം തന്നെ ഈ തൊഴിൽശാലകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രതിഷേധിക്കാനായിരുന്നു ആഹ്വാനം. ഈ വലിയ പിന്തുണയാണ് ഈ പ്രതിഷേധത്തിന് ലഭിച്ചത് എന്നാണ് ഈ സമരസമിതി അറിയിക്കുന്നത്. ഡൽഹി ജന്തർ മന്ദിറിലാണ് കേന്ദ്ര നേതാക്കൾ പങ്കെടുത്ത പ്രതിഷേധം നടന്നത്. ആ പ്രതിഷേധത്തിൽ വെച്ച് ഇതൊരു തുടക്കം മാത്രമാണ് എന്നും കാർഷിക നിയമങ്ങൾ പോലെ തന്നെ ഈ 4 തൊഴിൽ കോഡുകളും പിൻവലിക്കുന്നത് വരെ ഈ പ്രതിഷേധം തുടരുമെന്നും രാജ്യവ്യാപകമായി വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കും എന്നുമാണ് തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും സംയുക്തമായി പ്രഖ്യാപിച്ചത്. ഉന്മേഷ്, ശരി. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.